നിർബന്ധിത മതപരിവർത്തനം തടയാൻ സുപ്രധാന നീക്കവുമായി അലഹബാദ് ഹൈക്കോടതി. മതം മാറ്റം വ്യക്തിയുടെ പൂർണ്ണ സമ്മതത്തോടെയാണെന്ന് ഉറപ്പുവരുത്തണം എന്ന് കോടതി നിർദ്ദേശിച്ചു. പണവും മറ്റ് ആനുകൂല്യങ്ങളും വാഗ്ദാനം ചെയ്ത് മതപരിവർത്തനം നടത്തുന്ന സാഹചര്യത്തിലാണ് കോടതിയുടെ ഉത്തരവ് വന്നത്. വിവരങ്ങളുമായി ഹരി ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഹരി, ഈ മതമാറ്റം സ്വന്തം താല്പര്യപ്രകാരമാണ് എന്നുള്ളതിന് വിശ്വാസയോഗ്യമായ തെളിവുകൾ വേണം. അലഹബാദ് ഹൈക്കോടതി അത്തരത്തിലുള്ള നിലപാടാണ് മുന്നോട്ട് വെച്ചത്. എത്രത്തോളം സുപ്രധാനമാണ്, പ്രത്യേകിച്ച് നിർബന്ധിത മതപരിവർത്തനം വലിയൊരു ഭീഷണിയായി സമൂഹത്തിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ? തീർച്ചയായും ലക്ഷ്മി, മതപരിവർത്തനം വ്യക്തിയുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി ആയിരിക്കണം എന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ് അലഹബാദ് ഹൈക്കോടതി. മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട 100-ലധികം കേസുകൾ വർഷാവർഷം രജിസ്റ്റർ ചെയ്യുന്ന ഇത്തരമൊരു സാഹചര്യത്തിലാണ് കോടതി ഇങ്ങനൊരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഉത്തർപ്രദേശിൽ മാത്രം 2021 മുതൽ 2023 വരെ റിപ്പോർട്ട് ചെയ്ത 427ഓളം കേസുകളാണ്. ഇത്തരം കേസുകളിലെല്ലാം വ്യക്തിയുടെ പൂർണ്ണ ബോധ്യത്തോടു കൂടിയാണ് മതപരിവർത്തനം എന്ന രീതിയിലുള്ള വ്യക്തമായ തെളിവുകളൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കോടതി ഇത്തരമൊരു നിർദ്ദേശം വച്ചിരിക്കുന്നത്. ഏതു വ്യക്തിക്ക് വേണമെങ്കിലും അവന് മതപരിവർത്തനം നടത്തുവാനുള്ള അവകാശം ഇന്ത്യയിലുണ്ട് എന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞിരുന്നു. എന്നാൽ ആ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം ഇത്തരം മതപരിവർത്തനം എന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. മതപരിവർത്തനം നടത്തുന്ന വ്യക്തികൾ തീർച്ചയായും അതത് സർക്കാരിനെ ഈ വിവരം അറിയിച്ചിരിക്കണം. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട രേഖകളിൽ ഇതുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റുകൾ, തിരിച്ചറിയൽ രേഖകൾ സമർപ്പിച്ചിരിക്കണം. അതുമാത്രമല്ല, അതത് പ്രാദേശിക പത്രങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾ നൽകണം. പൂർണ്ണമായും മറ്റൊരാളുടെയും എതിർപ്പുകളില്ല എന്ന് ബോധ്യപ്പെടണം. ഇതോടൊപ്പം തന്നെ കോടതി ഉത്തരവിൽ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കണം. അതുമാത്രമല്ല, കേന്ദ്ര സർക്കാരിൻ്റെ ഗസറ്റിൽ ഇത് പബ്ലിഷ് ചെയ്യണം. ഗസറ്റിൽ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഇതിനോട് ബന്ധപ്പെട്ട സൂക്ഷ്മമായ പരിശോധനകളുണ്ടാകും. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം ഗസറ്റിൽ ഈ വിവരം രേഖപ്പെടുത്തുകയും ചെയ്യും. അതിനുശേഷം മാത്രമേ ആ വ്യക്തിയെ മതപരിവർത്തനം അംഗീകരിക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരമൊരു സാഹചര്യം വ്യക്തിയുടെ പൂർണ്ണമായ കോൺഷ്യൻസോടുകൂടി, പൂർണ്ണമായ ബോധ്യത്തോടു കൂടി ആയിരിക്കണം മതപരിവർത്തനം നടക്കേണ്ടത് എന്നാണ് കോടതിയുടെ നിരീക്ഷണം. ഹരിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.